എക്സാമിനുള്ള സാമഗ്രികൾ നമ്മൾ എടുക്കാൻ പോകണം. ചതിച്ചട എന്നെ എന്റെ 4 കൊല്ലം പോയടാ പൊന്നെ, ചതിച്ചട എന്നെ എന്റെ 4 കൊല്ലം പോയടാ പൊന്നെ. എക്സാം ഹാളിലോട്ട് കയറി യുദ്ധം തുടങ്ങാം. അച്ചൂടെ എക്സാമിന് ക്ഷീണം മാറ്റാൻ വേണ്ടി ചെറിയൊരു ട്രിപ്പ് വന്നിരിക്കണം. അതെ, വണ്ടി ഓടിക്കാൻ പോകുന്നു ഗായ്സ്. ഒരു ജാതി ഇതിനെ കൊണ്ട് വല്ലാത്ത മേടെന്ന് പറഞ്ഞാലേ ഇങ്ങനെയല്ല ഒരു മേട്. നമ്മൾ ഇന്ന് കോളേജിൽ പോകും. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. അപ്പം നമ്മുടെ ഈ എക്സാം കഴിയുന്നതുകൊണ്ട് ഫസ്റ്റ് സെം കഴിയും. ഇനിയൊരു വൈവ ഉണ്ട്, അതൊക്കെ വേറെ ഞാൻ കോളേജിൽ എത്തിയിട്ട് പറയാം. അപ്പോഴാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എക്സാം രാവിലെ ആയതുകൊണ്ട് രാവിലെ നമ്മൾ ബസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ബസ് കയറി നമ്മൾ കോളേജിലെത്തും. പോയിട്ട് നല്ല പഠിത്തത്തിലാണ് ഗൈസ്. ഇനി എല്ലാവരും ചോദിക്കാൻ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പഠിച്ചാ ഇതെന്റെ ക്ലാസ് പഠിക്കാനുള്ള വ്ളോഗ് നിനക്കല്ലേ വ്ളോഗ് വരണ്ടേ? പഠിപ്പാണെല്ലാം പഠിപ്പ്. മാരൊക്കെ ക്യാൻറ്റീനിലാണ് ഗൈസ്. രാവിലെ തന്നെ ചായ കുടിയെന്ന് പറഞ്ഞ ക്യാൻറ്റീൻ പോകും. അപ്പൊ നമുക്ക് അവരെ പോയി നോക്കാം. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചോദിച്ചോളൂ പഠിച്ചാണ്. എനിക്കറിയാം ആദ്യം വരുമ്പോ തന്നെ ചോദിക്കണ ക്വസ്റ്റ്യൻ പഠിച്ചു. A+ കോളേജിൽ അവിടെ A+. എക്സാം കഴിഞ്ഞിട്ട് സർവേ എടുക്കാം എന്ന് പറഞ്ഞാല് ആരൊക്കെ എത്തോരം സപ്ലി അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ എക്സാം റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ അറിയാലോ ആരൊക്കെ പറഞ്ഞ സത്യമാണ് കള്ളമാണെന്നൊക്കെ അല്ലേ. വരുന്നുണ്ട് കുട്ടികളുടെ സ്ഥിരം ഡയലോഗ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ബസ്സിലിരുന്ന് മുട്ട പഠിപ്പായിരുന്നു, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സ്ഥിരം പഠിപ്പാനുള്ള ഡയലോഗ്. പഠിച്ചിട്ടില്ല. ഞാൻ പറയാറില്ല കേട്ടോ അങ്ങനെ. ഞാൻ പഠിപ്പില്ലാത്തോണ്ട്. എക്സാം തുടങ്ങാറായി ഗൈസ്. പേടിയുണ്ടോ? ഇല്ല. ലാസ്റ്റത്തെ എക്സാം. ഈ എക്സാം കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് സെം കംപ്ലീറ്റ്ലി. അതെ, സെം 2 പിന്നെയുള്ള സെം 2 ആയിരിക്കും. ഇനിയൊരു മറ്റേ വൈവ ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ എക്സാം തുടങ്ങാറായി. നമ്മൾ എക്സാം ഹാളിലോട്ട് കേറാൻ പോവാണ്. എല്ലാവരും പ്രിപ്പറേഷൻ. നമ്മുടെ ഹോള് അവിടെ. നമുക്ക് എക്സാം എഴുതിയിട്ട് വരാം ഗൈസ്. 2 മണിക്കൂർ അത്ര ഉണ്ട്. ഇതാണ് സുമോ ഗൈസ്. ഉറക്കത്തിന് എണീറ്റ് വന്നേക്കുന്നത് ഓർഡർ. ആര് പറഞ്ഞു? എക്സാമിനുള്ള സാമഗ്രികൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ആയുധങ്ങളാണ് അതൊക്കെ. എന്നിട്ട് നമുക്ക് എക്സാം ഹാളിലോട്ട് കയറി യുദ്ധം തുടങ്ങാം. 2 hours later. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു. അയ്യോ എന്തൊക്കെയാ എഴുതിയത് നമുക്ക് ചോദിക്കാം എല്ലാവരോടും. എങ്ങനെ ഉണ്ടായത്? ഇനി എല്ലാവരും ചോദിക്കണ ക്വസ്റ്റ്യൻസ് അതായിരിക്കും. എങ്ങനെയുണ്ടായ എക്സാം? നമുക്കിത് കഴിഞ്ഞിട്ട് സർവേ എടുക്കാട്ടെ. ഇങ്ങനെ ആരൊക്കെ സപ്ലൈ അടിക്കും. ഞാൻ സപ്ലൈ അടിക്കും. എത്ര സപ്ലൈ അടിക്കും എന്നുള്ളതൊക്കെ പറയണം. അപ്പൊ നമുക്ക് റിസൾട്ട് വന്നാൽ എല്ലാം എടുത്തിട്ട് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഇന്നത്തോടെ കഴിഞ്ഞു നമ്മുടെ എക്സാം. ഇനി നമുക്കുള്ളത് വൈവ. അതുകൂടെ കഴിഞ്ഞാൽ സെറ്റായി. ബാക്കി നമ്മൾ ഫ്രീ ആയി. പിന്നെ നമ്മൾ അടുത്ത സെം. ഇഷ്ടമായ എക്സാം? അടിപൊളിയായിരുന്നു. നമുക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ കട വരും. പിന്നെ അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സപ്ലൈ ഉണ്ടാവില്ല. ഓ ഞാനും ചെയ്യും. ഞാൻ ഫുൾ പാസ്. നിനക്ക് എത്ര സപ്ലൈ ഉണ്ട്? അതെ, ഓൺവേർഡ്സ് ആണ്. ഞാൻ ജയിക്കും എന്തായാലും. സപ്ലൈ അടിക്കും. എടി നിർത്തി പോടി, മതിയായില്ലേ? എക്സാം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇങ്ങനെ അലച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ കോളേജിൽ ഒരു 5.5 സെന്റ് സ്ഥലം ഉണ്ടാവും. അതിലൊരു ജിമ്മ്, ഒരു ഹോള്, പിന്നെന്തെന്നാ ഇതൊക്കെ തന്നെ. 2-3 ഹോള്. അപ്പൊ നമ്മളിങ്ങനെ എവിടെ തെണ്ടിത്തിരി നടന്നാലും എല്ലാവരെയും കാണാൻ പറ്റും. അതാണ്. പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ അങ്ങനെ 3 സ്ഥലം.
ഇതിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കാൻ ഇനി പോയി. എനിക്ക് വല്ലപ്പോഴും ഈ ഐഫോണൊക്കെ ഹേന തന്നിടാറുള്ളൂ. അപ്പൊ നമ്മള് അതിനനുസരിച്ച് മുതലാക്കണം. അപ്പൊ നമ്മൾ ഇനി ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകും. ഈ ഫോൺ നമ്മള് ഫുള്ള് സ്റ്റോറേജ് തീർന്നിട്ടേ പോകും. പക്ഷെ സ്ഥലത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഊക്ക് വാങ്ങാണ്ട് മാത്രം പോകുന്ന അക്ഷയ് അല്ല സുമോ. നീയല്ലേ പറയുന്നല്ലേ പൊക്കി പറയണോന്ന് ഹേന. അപ്പൊ ഇവിടെ മറ്റേ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കുന്നു രണ്ടെണ്ണം. നമുക്ക് എന്തൊക്കെ സാധനം ഗെയിംസ് പറയണ്ട്. ഗെയിംസ് ഒക്കെ തരാം. വരണ്ട വാ. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം. ഓറഞ്ച് നോട്ട്സ് ഇവന് നല്ല കൈപ്പുണ്യമുള്ള ഗൈസ്. അപ്പൊ ഇവന് ഇങ്ങനെ അറിയാം. അപ്പൊ നമുക്ക് അതിനെ കൊണ്ട് അറിയിച്ചിട്ട് അതിങ്ങനെ കിട്ടിയില്ലെങ്കില് കളഞ്ഞ് നശിപ്പിച്ച് തിന്നാൻ കുറച്ച് സ്റ്റാളുണ്ട്. ഇതാണ് മിസ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ അഞ്ജന മിസ് ഗൈസ്. വ്ളോഗ് ചെയ്യും. പറഞ്ഞു കൊടുക്ക്. വ്ളോഗറാന്ന് പറയും. അതെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. ഹായ്, ഞങ്ങളുടെ സ്റ്റാറ്റ് എടുക്കണ മിസ്. ഇത് കമ്മ്യൂണിക്കേഷൻ എടുക്കണ മിസ്. നമുക്കിനി 30 രൂപ നമുക്ക് ചെലവ്. ജയിച്ചതിന്റെ ചെലവ് ലോഡ്സിന്റെ രണ്ടാമത്തെ ട്രൈ. ഇതെങ്കിലും ഇത് കിട്ടും ഗൈസ്. എന്തായാലും കിട്ടും. കഴിഞ്ഞ ഗൈസ് പരിപാടിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മള് വീട്ടിലോട്ട്. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നല്ല കഴിഞ്ഞു. കാണുമ്പോ പക്ഷെ വൈബാ കേട്ടോ. കാണുമ്പോ മാത്രം. മുളക് കഴിച്ചില്ല? ഇല്ല. ഞാൻ ഒരു ചേട്ടൻ കഴിക്കാനുണ്ട്. ഞാൻ കാണിച്ച ട്രെയിന് സീരിയസ്ലി അടുത്ത് കൂടി പോകുമ്പോ മുളകിന്റെ സ്മെല്ല്. അങ്ങനെ കുറെ പരിപാടി ഉണ്ടായി. അക്ഷയ് ഷോ യുവർ ക്യൂട്ട് ഫേസ്. അപ്പൊ നമുക്ക് നിർത്താം ഗൈസ്. ഇത് സത്യം പറഞ്ഞ ഞാനില്ലേ എന്തും പറഞ്ഞെടുത്തതറിയോ, ലാസ്റ്റ് എക്സാം ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ ഇപ്പൊ ഇതൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ്. ലാസ്റ്റ് എക്സാം വൈവേം കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം പൊട്ട കോളേജ് ഗൈസ്. കണ്ടോളൂ നിങ്ങളെല്ലാം. പൊട്ട കോളേജ് അല്ല, ഞാൻ പഠിക്കണോണ്ട് നല്ലത്. സക്സസ്ഫുള്ളി എല്ലാത്തിനും ജയിച്ചിരിക്കുന്നു. അതേ റിസൾട്ട് വരുമ്പോ കടയിന്. ബൈ ബൈ ഗൈസ്. അപ്പൊ നമ്മൾ അച്ചൂടെ എക്സാമിന് ക്ഷീണം മാറ്റാൻ വേണ്ടി ചെറിയൊരു ചിന്നൊരു ട്രിപ്പ് എല്ലാവരും ഉണ്ട്. ചിന്നൊരു ട്രിപ്പ് വന്നിരിക്കണം. ഒരു ആട്. അത് ഉമ്പ ഉമ്പ. നമ്മളൊരു പെട്രോൾ പമ്പിൽ ഇറക്കിയാണ്. ഇവിടെ അടിപൊളി. നമ്മള് പണ്ട് ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഞാൻ ഉദ്ദേശിച്ച ക്യാൻഡിയ. ഞാൻ പണ്ടെങ്ങാനും മറ്റേ ലേഡീസ് ഹൗസിൽ പോയപ്പോ തിന്ന സാധനം. ഞാൻ തിന്നിട്ടില്ലല്ലോ. ലിപ്സ്റ്റിക് തിന്നുന്ന ലിപ്സ്റ്റിക്. എനിക്ക് ഇഷ്ടം ക്യാൻഡി. ഇവര് 3 നേരം ബ്ലാക്ക് ഇട്ടുണ്ടോ നിൽക്കണം.
ഞാൻ പിങ്ക്. ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാ തവണയും തന്നെ തൊഴിൽ എടുക്കും അടിക്കില്ല എടുക്കും അടിക്കില്ല. വീഡിയോ എടുക്കാന്നുള്ളതുകൊണ്ട് കൈയൊക്കെ പിടിച്ചു തന്നേക്കുന്നത്. റിയൽ വേഴ്സസ് റിയാലിറ്റി. റിയാലിറ്റി എങ്ങനെയാണെന്നറിയോ? ഇയാൾ മുമ്പേ പോകും, ഞാൻ പുറകെ പോകും. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചോണ്ട് വന്ന അതിന്റെ പട്ടിഷാണ് നിങ്ങളിപ്പോ കാണാം. എന്താണ് ഇവിടെ നോക്കണേ? ഓ അതെ ഇസബു വണ്ടി ഓടിക്കാൻ പോകുന്നു ഗായ്സ്. വണ്ടി ഓടിച്ചോ. ഓ വണ്ടി പരിശോധിക്കണ ഡ്രൈവർ. ഞാനില്ലാതെ ഈ പണിക്ക് ഒരു ജാതി. ഇതിനെ കൊണ്ട് വല്ലാത്ത വീടാണ് ഗായ്സ്, വല്ലാത്ത വീട്. മേടെന്ന് പറഞ്ഞാലേ ഇങ്ങനെയല്ല ഒരു വീട്. ഞാൻ വന്നിട്ട് അടുത്ത പട്ടിഷ കൊണ്ട് ഇതിനെ പണിയുള്ള ഞാൻ അവിടെ ഇരുന്നോട്ടടി. എന്റെ സീറ്റിൽ കയറി ഇരിക്കാനാള്. ആരാണ്ടിനൊക്കെ പ്രേമിച്ച ആര് പ്രേമിച്ച് അപ്പന്റെ കഥ പറയുകയാണ് ഗൈസ്. അപ്പന്റെ പഴയ കഥകൾ. അപ്പൊ അപ്പയും അമ്മയും അവിടെ കുർബാന കൂടാൻ കയറി. ഞങ്ങള് രാവിലെ കുർബാന കൂടി. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് നടന്നു വന്നപ്പോ ഒരു സ്കൂള് കണ്ടു. ഇവിടെ ആണെങ്കിൽ അടിപ്പം ഗ്രൗണ്ട്. ഇസബ് പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ കിടന്ന് അങ്ങോട്ട് അറുമാതിക്കണം. സൂപ്പർ സ്ഥലം, ആരുമില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇറങ്ങി വരാനാ പറഞ്ഞത്. അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണം? ഇതെന്താണ് കാലയിൽ കാണുന്നത്? ഇവിടെ കാലൊക്കെ ചെളിയായി. സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.